ഹായ് ഓ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്കിറ്റ് മണപ്പുറത്തേക്കാണ്. ഇത് കുംഭമാസത്തിലെ വാവ് എന്ന് പറയുന്നത് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ജീരക മിഠായി, ഇത് പുളിമിഠായിയാണോ? അല്ല, പുളിമിഠായി അല്ല. ഇത് ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കൈ നോക്കണവരാണ്. ഇവിടുന്ന് തുടങ്ങി അമ്യൂസ്മെൻറ്റ് റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ടും ആക്ച്വലി 4 ഓപ്ഷൻ ഉണ്ട്, വഴികളുണ്ട്. ഒന്ന് നമുക്ക് ആലുവ ഫസ്റ്റ് പാലം ഉണ്ടല്ലോ, ദേശം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ വഴി വരാം. അതുപോലെ പറവൂർ കവലയുണ്ടല്ലോ, അത് വഴിക്ക് വരാം. അതുപോലെ തോട്ടക്കാട്ടുകരയുണ്ട്, ആ വഴിയും വരാം. ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ആലുവ ബാങ്ക് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് നടക്കാവുന്ന ദൂരമുള്ളൂ. ഇവിടെ ഒരു പാലമുണ്ട്, ഈ പാലത്തിൽ കൂടെ നമുക്ക് മണപ്പുറത്തേക്ക് പോകുന്നുള്ളൂ. ഈ പാലത്തിലേക്ക് നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ്, അടിപൊളിയാണ്. ഈ പാലം നിർമ്മിക്കുന്നത് 2016-ലാണ്. ഇതിനു മുമ്പ് ശിവരാത്രി സമയങ്ങളിൽ ഒരു ടെമ്പററി പാലമായിരുന്നു യൂസ് ചെയ്യേണ്ടിരുന്നത്. ഇത് കുംഭമാസത്തിലെ വാവ് എന്ന് പറയുന്നത് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസുരന്മാരും ദേവന്മാരും ഇങ്ങനെ വാസുകി എന്ന ഒരു കടക്കോല്, ഒരു സർപ്പത്തെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ കടഞ്ഞെടുത്തത്. ഇതിലാദ്യം വരുന്നത് ഈ കാളകുട വിഷം. കാളകുട വിഷം ഇത് പാനം ചെയ്തത് മഹാദേവനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് കഴിക്കുമ്പോൾ ഇദ്ദേഹം നഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പ്രകൃതി ദേവിയായ പരാശക്തി പാർവതി ഭഗവാന്റെ കഴുത്തിൽ കയറി പിടിക്കും. വിഷ്ണു ഭഗവാൻ വായിൽ പിടിക്കും. ഇത് പുറത്തേക്ക് ചാടാതിരിക്കാനും ഉള്ളിലേക്ക് പോകാതിരിക്കാനും അവിടെ ഇരുന്നാണ് ഇത് ഈ വിഷം കട്ടുപിടിക്കുന്നതിനാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ജീവന് വേണ്ടി ആണ് എല്ലാ ദേവാദിദേവന്മാരും എല്ലാം ഈ പ്രാർത്ഥനയും ഉറക്കുളച്ച് ഭഗവാന് വേണ്ടി ഇവർ ഒത്തുകൂടിയത്. അതിൻ്റെ ഒരു ഫലനമാണ് ഈ ശിവരാത്രി. അപ്പോൾ നമ്മൾ പയ്യെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ എക്സിബിഷൻ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം പൊടിയുണ്ട്. അപ്പോൾ വരുമ്പോൾ ഒരു മാസ്ക് കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും. കൂടെ ഉള്ളത് വൈഫാണ്. അപ്പോൾ ഞങ്ങളൊരു കമ്മൽ കടയിൽ കയറി. വൈഫിനോടൊരു കമ്മൽ ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കമ്മൽ വാങ്ങിച്ചു. കമ്മലിന് 50 രൂപയാണ്. ഇഷ്ടമായോ? എന്നിട്ടും ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ജീരക മിഠായി, ഇത് പുളിമിഠായിയാണോ? അല്ല, പുളിമിഠായി അല്ല, ഇത് തേൻ മിഠായി, ഹലുവ. ഇത് കോഴിക്കോടൻ ഹലുവ കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അതുപോലെ ചിപ്സ് ഉണ്ട്. ഇത് ഒരു ഷോപ്പ് 1 മാസം ഉണ്ടാവും കേട്ടോ. 1 മാസം വരെ ഷോപ്പ് ഉണ്ടാവും. ഫ്രൈയും സ്വീറ്റ്സ് ആയ ഐറ്റംസാണ്. ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കൈ നോക്കണവരാ. ഒരുപാട് ആൾക്കാരുണ്ട്. വേണ്ട അമ്മച്ചി, വേണ്ട, താങ്ക് യു. ഇവിടുന്ന് തുടങ്ങി അമ്യൂസ്മെൻറ്റ് റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യാം. ജയൻറ്റ് വീലിൽ വരുന്ന റേറ്റ് 120 കൊളംബസ് റൈഡിന് വരുന്ന റേറ്റ് 100 രൂപയാണ്. ബാക്കിയെല്ലാം റൈഡിൻ്റെ റേറ്റ് താഴെ കൊടുക്കാട്ടോ.
അതുപോലെ ബലൂൺ ഷൂട്ടിങ്ങിന് 5 റൗണ്ടിന് 50 രൂപയാണ്. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് ഒന്നും കൊണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയത് മരണക്കിണർ കാണാനാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരാൾക്ക് 80 രൂപയാണ് ആയത്. ഇവരൊക്കെ ആയിരുന്നു ആ സാഹസിക റൈഡേഴ്സ്. മണപ്പുറത്ത് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട്. റേഞ്ചർ റൈഡിന് 150 രൂപയാണ്. ഇത് കാണാൻ നല്ല രസമാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ റൈഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ ഇവിടെ ഉള്ളത് പെറ്റ് ഷോയും റോബോട്ട് ഷോയാണ്. ഇതിന് വരുന്ന റേറ്റ് ഒരാൾക്ക് 100 രൂപയാണ്. സ്കൈ ഡൈനിങ്ങിന് 200 രൂപയാണ്. നമ്മൾ 10 മിനിറ്റ് ഇത് ലിഫ്റ്റ് ചെയ്ത് നിർത്തും. ഇതിന് കൂടെ നമുക്ക് ഈ 200 രൂപയിൽ തന്നെ നമുക്ക് ചെറിയൊരു ജ്യൂസും ചെറിയ സ്നാക്സും കിട്ടും. ഈ റൈഡെല്ലാനും 1 മാസം വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാത്രിയായിരിക്കും നല്ല തിരക്കായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ മസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർ നാളെ വെളുപ്പിന് 3 മണിക്ക് ബലിയിട്ടിട്ടാണ് അവർ തിരിക്കുക. നാളെ എന്ന് വെച്ചാൽ 17-ാം തീയതി, ഇന്ന് 16-ാം തീയതിയാണ്. 17-ാം തീയതി വെളുപ്പിന് 3 മണിക്കാണ് അവർ ബലിയിട്ടതിന് ശേഷമാണ് അവരോട് നിന്ന് പിരിയുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.